എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയുടെ ന്യൂസ് അപ്ഡേറ്റ് വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, നമ്മൾ ഇപ്പോൾ ഹോളിവുഡിലേക്ക് നോക്കിയാൽ കുറച്ചും കൂടി കൂടുതൽ എന്താ പറയുക, ഹോളിഡേ ഫീവറൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് കുറേയധികം പുതിയ ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും സ്നൈഡർ കട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യെസ്, നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു സൂയിസൈഡ് സ്ക്വാഡ്. ഫൈനലി അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അയർ അതിനെക്കുറിച്ച് കുറേയധികം പുതിയ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പം നമുക്ക് തുടങ്ങാം. സോ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഈ അടുത്തിടെ സോണി അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു SOS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രിപ്റ്റിക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താണ് അത് എന്നുള്ളൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 28 ഇയേഴ്സ് ലേറ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ചെറിയൊരു ടീസർ പ്രൊമോഷൻ എന്നുള്ളൊരു കാര്യമാണ് അവർ എന്താണ് നമ്മളെ കാണിച്ചു തന്നേക്കണത്. ഇതിനു മുമ്പ് അതിന് വേറെ കുറേ സിനിമകൾ ഫ്രാഞ്ചൈസി ആയിരുന്നു. അതിൻ്റെ പുതിയ ആ ഫ്രാഞ്ചൈസിയുടെ പുതിയ സിനിമയാണിത്, ഇയേഴ്സ് ലേറ്റർ. ഇതിനു മുമ്പ് ഡേയ്സ് ലേറ്റർ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആ ഒരു സോംബി ഫിലിമിൻ്റെ ഒരു ചെറിയൊരു ടീസാണ് നമുക്ക് ഈ SOS വീഡിയോയിൽ കൂടി അവർ നമ്മളെ കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുള്ളത്. വെറൈറ്റി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെയാണ് സോണിയുടെ ഭാഗത്തുനിന്ന് അവർ ട്രൈ ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടായിരുന്നോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോ ഈ അടുത്തിടയിൽ ഒരു ഇന്റർവ്യൂ എടുത്ത് മാർഗോ റോബി പുള്ളിക്കാരിയുടെ ബ്രേക്ക് ഔട്ട് റോൾ ആയിട്ടുണ്ടായിരുന്ന വുൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി പുള്ളിക്കാരി സംസാരിച്ചിട്ടുണ്ടായിരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ഫുൾ ഫ്രണ്ടൽ ന്യൂഡിറ്റി ആ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. പിന്നെ വേറെയും കുറേ വെറൈറ്റി അഡൾട്ട് സീൻസ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എസ്പെഷ്യലി ഈ ഒരു സീന്, അതായത് പുള്ളിക്കാരിയുടെ ആ ഒരു ഫുള്ളായിട്ട് നേക്കഡായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സീന്, പുള്ളിക്കാരി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിനകത്ത്. ഫസ്റ്റ് പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ആ ഒരു റോള്, ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് മാർട്ടിൻ സ്കോർസേസി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംഫോർട്ടബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും റോബ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വിയർ ചെയ്തുകൊണ്ട് ചെയ്തേച്ചാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർഗോ റോബി തന്നെയാണ് പറഞ്ഞത്, ഈ ഒരു ക്യാരക്ടറിന് വേണ്ടത് ഇതാണ്. സോ ഇല്ലെങ്കിൽ അതൊരു ഔട്ട് ഓഫ് ക്യാരക്ടറായി പോകും ആ ഒരു റോളിന്. സോ അതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി തന്നെ ഇനിഷ്യേറ്റ് എടുത്താണ് നമുക്ക് ആ ഒരു സീൻ വുൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റിൽ നമുക്ക് ലഭിച്ചതെന്നാണ് മാർഗോ റോബി ഈ അടുത്തിടെ ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെ പുള്ളിക്കാരിയുടെ ആദ്യത്തെ ഏറ്റവും വലിയ ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ളൊരു സിനിമയും കൂടി തന്നെയായിരുന്നു അത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നോട് ചോദിക്കുന്നത്, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമ തന്നെയാണ് വുൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റ്. കാരണം അതിനകത്ത് കുറേ കിടിലനായിട്ടുള്ളൊരു സീൻസ്, ലിയനാർഡോ ഡികാപ്രിയോ വേറെ ലെവലായിരുന്നു ആ ഒരു സിനിമയ്ക്കകത്ത്. സോ ഇനി നമുക്ക് മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് ഹാരി പോട്ടർ സീരീസിനെ കുറിച്ചാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള മാർക്ക് പറഞ്ഞിട്ടുള്ള അവർ കാസ്റ്റിംഗ് എന്താണെങ്കിലും അവർ ഇപ്പോഴും അത് പ്ലാൻ ചെയ്തിട്ടില്ല. അതിപ്പോഴും ഓൺ ഗോയിങ് ആണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ സീരീസ് ഈ വരാൻ പോകുന്ന സമ്മറിൽ അവർ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്. മോസ്റ്റ്ലി സമ്മറിൻ്റെ മിഡോടെ ആയിരിക്കും അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണേ എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ എന്താണെങ്കിലും സമ്മറിലേക്ക് ഇവർ അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് നമുക്ക് എന്താണെങ്കിലും കാസ്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മിക്കവാറും ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ കാസ്റ്റ് ആയിട്ടുള്ള ഡാനിയൽ റാഡിക്ലിഫ് തിരിച്ചു വരാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ചെറിയ രീതിയിൽ സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു സീരീസിനകത്ത് വരാൻ പോകുന്ന ക്യാരക്ടേഴ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ടീച്ചറിൻ്റെ റോളിൽ വരാമായിരിക്കാം നമ്മുടെ ഹാരി പോട്ടർ. സോ അത് വലിയൊരു കാര്യം. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കൂടുതൽ 90s കിഡ്സിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഹാരി പോട്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട് പോട്ടർ ഫാൻസ്. സോ അതുപോലെ തന്നെ ആമസോൺ പ്രൈം സ്റ്റുഡിയോസിൻ്റെ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആനിമേറ്റഡ് സീരീസിൻ്റെ സീസൺ 3യുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. ആൻഡ് നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീസ് ഡേറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. എന്ന് സീസൺ 3 ലഭിക്കുമെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഫെബ്രുവരി 6 ആയിരിക്കും അത് പ്രീമിയർ ചെയ്യാൻ പോകണം എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. സീസൺ 2ൻ്റെ സീരീസ് പ്രീമിയർ കുറച്ച് ശോകമായിരുന്നു. പക്ഷെ എന്നാലും സീസൺ 3യിൽ എന്താണെങ്കിലും വലിയ കുറേ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. സോ നിങ്ങൾ ആക്ച്വലി ഈ ഒരു സീരീസ് കാണാറുണ്ടായിരുന്നോ ഇല്ല എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നോട് പങ്കുവയ്ക്കാവുന്നത് തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ നമുക്കിനി നേരെ ഗെയിമിംഗ് ന്യൂസിലേക്ക് നമുക്ക് പോകാം. ഈ ഡിസംബറിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യാന ജോൺസിൻ്റെ ഗെയിം തന്നെയാണ്. ആൻഡ് അത് ഡെവലപ്പ് ചെയ്തേക്കുന്ന ബെറ്റിസ്റ്റ സ്റ്റുഡിയോസ് ഡെവലപ്പ് വിത്ത് മെഷീൻ ഗെയിംസ് തന്നെയാണ്. ആൻഡ് നിങ്ങൾ ആക്ച്വലി ടൂം റൈഡർ സീരീസ്, അതുകൂടാതെ അൺചാർട്ടഡ് സീരീസ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് നമ്മുടെ ഇന്ത്യാന ജോൺസിൻ്റെ സിനിമ പോലെ തന്നെ ഇത് ആക്ച്വലി ആദ്യത്തെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ളൊരു ഇന്ത്യാന ജോൺസിൻ്റെ ഒരു ഗെയിം കൂടി തന്നെയാണ്. ഒട്ടുമിക്ക എല്ലാ പബ്ലിഷറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്താണെങ്കിലും നല്ല റിവ്യൂസ് തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു ഫസ്റ്റ് പേഴ്സൺ ഗെയിം തന്നെയാണ്. ചില സമയത്ത് ഇത് ഷിഫ്റ്റ് ചെയ്ത്
തേർഡ് പേഴ്സണിലേക്കും പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ഗെയിമിന് വേണ്ടി എക്സൈറ്റഡ് ആയിരുന്നു? നിങ്ങൾ ആക്ച്വലി ഈ ഒരു ഹോളിഡേ ടൈമിൽ നിങ്ങൾക്ക് ഇന്ത്യാന ജോൺസിന്റെ ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആൻഡ് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഇന്ത്യാന ജോൺസിന്റെ സിനിമ ഏതാണെന്നുള്ള കാര്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ സിനിമ തന്നെയാണ് റൈഡേഴ്സ് ഓഫ് ലോസ്റ്റ് ആർക്ക് 1 പൊളിയായിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ടെമ്പിൾ ഓഫ് ദ ഡൂം, അത് നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ അമരീഷ് പുരിയൊക്കെ ഉണ്ടായിരുന്ന സിനിമ തന്നെയായിരുന്നു. അതൊക്കെ വേറൊരു ലെവലായിരുന്നു. കസൂക്കി യാവ്, യെസ്, മറ്റാരുമല്ല നമ്മുടെ വൺ പീസിന്റെ ഫ്രാങ്കിയുടെ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്ന ലെജൻഡറി ആയിട്ടുള്ളൊരു വോയിസ് ആർട്ടിസ്റ്റ് തന്നെയാണ് പുള്ളിക്കാരൻ. ഈ അടുത്ത് ഇടയിൽ തന്നെ റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ഫ്രാങ്കിയുടെ ക്യാരക്ടറിന് ഒരു സക്സസറിന്റെ ആവശ്യമുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഡിസംബർ 22 ജെം ഫീസ്റ്റ ഇവന്റിനകത്ത് അവർ ആരാണ് ഇനി പുതിയതായിട്ട് ഫ്രാങ്കിയുടെ വോയിസ് ഓവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ആ ഒരു സക്സസറിന്റെ പേര് അനൗൺസ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ലെജൻഡറി യാവ് നമ്മളാരും ഒരിക്കലും നമ്മൾ എന്താണെങ്കിലും പുള്ളിക്കാരനെ മറക്കില്ല. പക്ഷെ എന്നാലും സക്സസർ ആരാന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി ഞാനും എക്സൈറ്റഡ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഡേവിഡ് അയറിന്റെ സൂയിസൈഡ് സ്ക്വാഡിന്റെ എയർ കട്ട് അല്ലെങ്കിൽ ഡയറക്ടർ കട്ട് ഓഫ് സൂയിസൈഡ് സ്ക്വാഡിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. മറ്റൊന്നുമല്ല, നമുക്കറിയാം സ്നൈഡർ കട്ട് ലഭിച്ചത് മുതൽ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, #റിലീസ് ദ അയർ കട്ട് എന്ന് പറഞ്ഞു തന്നെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വാർണർ ബ്രോസ് ആണെങ്കിലും HBO Max ആണെങ്കിലും അതിന് സത്യമനെ ഗ്രീൻ ലൈറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഡേവിഡ് അയർ കുറച്ചും കൂടി ലീഗലായിട്ട് മൂവ് ചെയ്യുമോ എന്നാണ് പറയുന്നത്. കാരണം പുള്ളിക്കാരൻ എടുത്തു പറയുന്നുണ്ട്, എൻ്റെ വിഷൻ അല്ലായിരുന്നു നമ്മൾ തിയേറ്ററിക്കൽ വേർഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നത്, അത് അവർ കട്ട് ചെയ്ത് ചറപറ കളഞ്ഞത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫീരിയർ ആയിട്ടുള്ളൊരു വേർഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്ത സിനിമയെ ഇതല്ല. സോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആ ഒരു സിനിമയെ ജഡ്ജ് ചെയ്യരുത്. എപ്പോഴെങ്കിലും എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് എന്തായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരണം. ജസ്റ്റ് ലൈക്ക് നമ്മളെ സ്നൈഡർ കട്ട് വെച്ച് കാണിച്ചതുപോലെ തന്നെ ഡേവിഡ് അയറിനും പുള്ളിക്കാരൻ്റെ സൂയിസൈഡ് സ്ക്വാഡ് വേർഷൻ കാണിക്കാൻ നല്ല രീതിയിൽ തന്നെ താല്പര്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറയുന്ന ഇത് എനിക്ക് അടുത്ത് തന്നെ റിലീസ് ചെയ്യാൻ തന്നെ താല്പര്യമുണ്ട്. പക്ഷേ വാർണർ ബ്രോസ് ആണെങ്കിലും HBO Max ആണെങ്കിലും അവർ ഗ്രീൻ ലൈറ്റ് ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. സോ പുള്ളിക്കാരൻ കുറേ അധികം രീതിയിലുള്ള ലീഗലായിട്ടുള്ളൊരു കാര്യത്തിൽ മൂവ് ഓൺ ചെയ്യുക തന്നെയാണ്. ഫാൻസിൻ്റെ സപ്പോർട്ട് ഇനിയും വേണം എയർ കട്ടിന് എന്നുള്ളൊരു കാര്യങ്ങളെല്ലാമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ഞാനും പ്രതീക്ഷിക്കുന്നു, കാരണം നമുക്ക് അതിനകത്ത് പല സീൻസും ഒന്നും നമുക്ക് എന്താണെങ്കിലും അതിനകത്ത് മാച്ച് ചെയ്യുന്നത് പോലും നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു. സോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമ നമുക്ക് ഇനി അയർ കട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സൂയിസൈഡ് സ്ക്വാഡിന്റെ നല്ലൊരു വെർഷൻ നമുക്ക് ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ കമന്റ് #റിലീസ് ദ അയർ കട്ട്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു ഹോപ്പിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. മറ്റൊന്നുമല്ല, ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ സിനിമയെ കുറിച്ച് തന്നെയാണ്. ആൻഡ് ജെയിംസ് ഗൺ ഈ അടുത്തിടയിൽ ട്വിറ്ററിനകത്ത് പറയുന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതായത് സിനിമയ്ക്ക് കുറച്ചധികം രീതിയിലുള്ള ഒരു അഡീഷണൽ സീൻസ് കുറച്ചും കൂടി ഷൂട്ട് ചെയ്യാനുണ്ട്. ആൻഡ് പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, റീഷൂട്ടിനല്ല ഞങ്ങൾ പോകുന്നത്, കുറച്ച് അഡീഷണൽ സീക്വൻസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് തീർക്കാനുണ്ട്. അത് പുള്ളിക്കാരൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എത്തിയപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ആൻഡ് മോസ്റ്റ്ലി അവർ ചെയ്യാൻ പോണ കൂടുതൽ ഫോട്ടോ ഷൂട്ടും അത് കൂടാതെ തന്നെ കുറേയധികം അഡീഷണൽ സെറ്റിനകത്ത് വേണ്ടിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യാൻ പോണതെന്നാണ് ജെയിംസ് ഗണ്ണിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള PAസിൻ്റെ ഭാഗത്ത് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ എന്താണെങ്കിലും സൂപ്പർമാൻ സിനിമ ചെറിയ രീതിയിലുള്ള കുറച്ച് ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും അപ്പോൾ നമുക്ക് ട്രെയിലർ ലഭിക്കും തോന്നുന്നില്ല. സോ നമുക്ക് പ്രതീക്ഷിക്കാം ജാനുവരിയിൽ ലഭിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഡിസംബർ അവസാനം നമുക്ക് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണെങ്കിലും കൺഫേം ആയിട്ട് ഈ വർഷം അല്ല ഈ ആഴ്ച തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന മറ്റൊരു വലിയൊരു സംഭവം തന്നെയാണ് സോണിയുടെ ക്രേവൻ ദ ഹണ്ടർ, ദ ഓസ്കർ വർത്തി സിനിമ. ആൻഡ് ഈ ആഴ്ചയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്, ഈ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആണോ? ഇതിനകത്ത് സ്പൈഡർമാൻ വരുമോ? വരാൻ പോകുന്നില്ല. ഞാൻ പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കാണാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ ആരോൺ ടൈലർ ജോൺസൺ ഒരു കിടിലനായിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. നല്ലൊരു സിനിമയാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഫ്ലോപ്പ് ആഫ്റ്റർ ഫ്ലോപ്പ് ആയിരിക്കും സോണിക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. സോ ഇതെല്ലാം തന്നെയാണ് ഈ ആഴ്ച നമുക്ക് ലഭിച്ചിട്ടുള്ള പുതിയ ഹോളിവുഡിൽ സംഭവിക്കുന്ന ന്യൂസ്, അപ്ഡേറ്റ്സ്, കാര്യങ്ങളും എല്ലാം തന്നെ. നിങ്ങൾ ഇതിനകത്ത് ഏതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കാവുന്ന തന്നെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെറിയ കമ്മ്യൂണിറ്റി വലുതാക്കാനും സാധിക്കുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. Stay safe guys. See you next episode.